നമസ്കാരം. അവശ്യ സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാവുന്ന നേരിയ മാറ്റം പോലും ഏറ്റവും അധികം ഗുരുതരമായി ബാധിക്കുന്നത് രാജ്യത്തെ സാധാരണ ജനങ്ങളെ തന്നെയാണ്. അത്തരത്തിൽ വലിയ ചില പ്രതിസന്ധികൾ കാരണം, ആഗോളതലത്തിൽ രൂപപ്പെട്ട ചില പ്രതിസന്ധികൾ കാരണം നമ്മുടെ നാട്ടിലും വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ്. എന്നാൽ ഇപ്പോഴിതാ സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഇന്ന് മുതൽ വിപണിയിലെത്തിയിരിക്കുന്നു എന്ന സുപ്രധാന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. കിലോഗ്രാമിന് വെറും 29 രൂപ നിരക്കിലാവും വിൽപ്പനയ്ക്കായി ഈ അരി എത്തുന്നത്. രാജ്യത്ത് അരിയുടെ വില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ഒരു ആശയത്തിലേക്ക് നരേന്ദ്രമോദി ഭരണകൂടത്തെ എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് 43.3 രൂപയാണ്. മുൻവർഷത്തേക്കാൾ 14.1% അരിക്ക് ഈ വർഷം വില വർദ്ധിച്ചിട്ടുള്ളത്. നേരത്തെ നവംബറിൽ കിലോയ്ക്ക് 27.50 രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് ആട്ട ഉൾപ്പെടെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയായിരിക്കും ഈ ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി വിൽപ്പനയ്ക്ക് എത്തുക. എന്തായാലും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരത് അരി ലഭ്യമാകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. 5-10 കിലോ പാക്കറ്റുകളിലാവും അരി ലഭിക്കുക. വലിയൊരു ഇടപെടൽ തന്നെയാണ് മോദി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്ര വലിയ ഒരു വിലക്കയറ്റം രാജ്യത്തെ പിന്നോട്ടടിക്കുമോ അല്ലെങ്കിൽ അത് സാധാരണക്കാരെ ബാധിക്കുമോ എന്നുള്ള വലിയ ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പരിഹാരം അവതരിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.